കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ടേക്ക് എ ഡിസിഷൻ. ഒന്നും ഉണ്ടായിരിക്കണം. വീഴ്ത്തിയവൻ വാഴ്ത്തപ്പെടണം. വീണവൻ എണീക്കുമ്പോൾ വാണാൻ വീണം. റൈറ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്യും. ഷീസ് ലെഫ്റ്റ് ഹാൻഡർ. റൈറ്റ് സൈഡ് എപ്പോഴും വീക്ക് ആയിരിക്കും. ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വാൻറ്റേജ്. മൈക്ക് പ്ലീസ്. ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്തോരം കോമ്പറ്റീഷന് വിൻ ചെയ്തേക്കെന്ന് അറിയൂ. മൈക്ക് യു ആർ എ തള്ളുവീരൻ. എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി കളയായിരുന്നു. അത് പിന്നെ പരിക്ക് പറ്റണല്ലോ രീതി പറഞ്ഞതല്ലേ. ഞാനൊരു ഡോക്ടറല്ലേ കുട്ടി. പറ്റുന്ന പണിക്ക് പോയാ പോരെ. ഞാൻ ഭയങ്കര ടയേർഡാ. ഒന്ന് ഉറങ്ങണം. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണേ. ഓ, വണ്ടി ഓടിക്കാനെ പഠിപ്പിക്കല്ലേ. കൊച്ചമ്മ വന്നേക്കണം. വെറുതെ നിനക്ക് ഇടിക്കൊണ്ട്. മൈക്ക് എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്ന മരമാക്രി. ഏത്തന്റെ നെഞ്ചത്തോട്ട് താനൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. മര്യാദയ്ക്ക് റോട്ടിൽ കൂടെ നോക്കി വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, ചവിട്ടിക്കൂട്ടി ഞാൻ വലിച്ചെറിയും കേട്ടോ. അവന്റെ മിസ്റ്റേക്ക് അല്ലേ മൈക്ക്. താങ്ക്സ്. എന്റെ ജീവനോട് കൂടി ഇവിടെ എത്തിച്ചാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നീ കയറുന്നില്ലേ? ഇല്ല. എത്ര നാളായി ഇത്? ഇവിടെ ആരാ നിനക്ക് അന്യരായിട്ടുള്ളത്? ആരോടാ ഈ വാശി? മമ്മിയുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ. നിങ്ങളുടെ സന്തോഷം കാണാൻ എനിക്കിഷ്ടം. അതുപോലെ എന്റെ വാശിയോട് നോക്കട്ടെ. ജെന്നിക്ക് അവളുടെ സ്വന്തം പപ്പയെ പോലെ ആന്റണി. സ്വന്തം അപ്പയില്ലല്ലോ. ഡോക്ടറാണോ താൻ തിട്ട് തേങ്ങ താ കൊറേ നേരം ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് താൻ പരിശോധിക്കണോ? നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ താൻ പരിശോധിക്കുള്ളൂ. ഇയാൾ ആരാണ്ട് കയറ്റി ആ എനിക്കിങ്ങോട്ട് കയറി വരാൻ ഒരാളുടെ സഹായം വേണ്ട. താൻ പരിശോധിക്കണോ? ചേട്ടാ, ശ്വാസതടസ്സമാണ്. ഓക്സിജൻ കൊടുക്കുന്ന കണ്ടില്ലേ? നിങ്ങളൊന്ന് പുറത്തേക്ക് പോയെന്നേ. ഇവിടെ വേറെ വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ ആരില്ല ഇവിടെ. എന്റെ അളിയന്റെ കാരണമാവാൻ ഇവനേ ഉള്ളൂ. എടാ താനെന്ന് പുറത്തു പോയേ? ഞാൻ അവിടുത്തെ ഡോക്ടറല്ലേ. ആണോ? എന്നാ താൻ പുറത്തു പോകും. ഞാമക്കോളാ. എന്റെ രണ്ടാമത്തെ ഭാര്യക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. ആളടി തെക്കോട്ടെടുക്കാൻ കിടക്കണ്. എന്റെ പൊന്നളിയൻ. അളിയ നോക്കി നിൽക്കാതെ ഒരു എക്സ്റേ എങ്ങനെ എടുക്കണോ? അതേ അളിയൻ വിളിച്ചു. എന്താ അളിയ? ഒന്ന് പുറത്തു പോയി നിക്കടാ ശാവമേ. ശരിക്കും തനിക്ക് എന്താ അസുഖം? ഡോ, ഇങ്ങനെ ചുമക്കാതെ. ഇതൊരു ആശുപത്രിയല്ലേ? എത്ര ആളായി തുടങ്ങിയിട്ട്? ഒരു മാസം.
അപ്പൊ തനിക്ക് ഈ അസുഖത്തിനൊക്കെ വേറെ വല്ല ഡോക്ടറെ കണ്ടാ പോരെ? പിന്നെ വേറെന്താ അസുഖം? നടക്കുമ്പോ കാല് വരെ എടുക്കണ്ട്. ഓ, ഒരു MRI എടുത്തേക്കാം. അതിന് MRI വളരെ നല്ലതാ. മൈക്കിൾ, ഒന്ന് വാ. നിനക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കുറവുണ്ട്. കാഷ്വാലിറ്റിയിൽ ആള് വന്ന ടെസ്റ്റും സ്കാനും ഒക്കെ ആവശ്യത്തിന് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, ആവശ്യത്തിനല്ലേ സാർ വേണ്ടു. മോനെ മൈക്കിളെ, നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുത്. ഈ കാഷ്വാലിറ്റിക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്കാകാമെങ്കിൽ നിനക്കും ആകാം. അല്ലെങ്കിൽ നിന്റെ കാര്യത്തില് ഈ ജെയിംസിന് ഇടപെടേണ്ടി വരും. അത് ചിലപ്പോ നിനക്ക് നല്ലതിനാവില്ല. എല്ലാരെയും മോശക്കാരാക്കിയിട്ട് അങ്ങനെ ഒരാൾ മാത്രം കരിച്ചിൽ തന്നെ ആവണ്ട കേട്ടോ.